ആര്യയിൽ എന്ന് പറയുന്നത് ആര്യയിലേക്ക് പോകുന്നത് CPIM ലിബറേഷൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ പീപ്പിൾസ് ഫ്രണ്ട് പിന്നെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ജയിച്ച ഒരു മണ്ഡലവും തുടർച്ചയായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു പ്രദേശം 3 തവണയും CPIM തോറ്റ മൂന്ന് അസംബ്ലി അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആദ്യം നിന്നപ്പോൾ മൂന്നാമത്, രണ്ടാമത് നിന്നപ്പോൾ രണ്ടാമത്, മൂന്നാമത് നിൽക്കുമ്പോൾ ഒന്നാമത് അവകാശം CPIM ലിബറേഷന്റെ മുസ്ലിം സ്ഥാനാർത്ഥി. അതെ, അപ്പോ അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ ബീഹാറിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിനും നല്ല സ്വാധീനം ഉണ്ടായിരുന്ന പ്രദേശമാണ്. പക്ഷെ അവിടെ ഇത്രയും ദരിദ്രമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ മൂവ്മെന്റുകൾ ചെയ്തിട്ടുള്ളത്? കാരണം അത് തന്നെയാണ് ചോദ്യം. ഒരു പ്രതിപക്ഷ വിപ്ലവ പാർട്ടിക്ക് സാമൂഹ്യ സേവനം സാധ്യമാണ്. DYFIയുടെ പോലെ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കൽ വിപ്ലവ പ്രവർത്തനമാകാൻ കഴിയില്ല. എന്നോട് എന്തൊക്കെ ചോദ്യമാണ് സഹപ്രായം ചോദിച്ചു. എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ? ആറയുടെ MP തെരഞ്ഞെടുത്തിട്ട് 1.5 കൊല്ലമേ ആയുള്ളൂ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ സഹ ചോദിച്ച പ്രശ്നം ഒരു മൂർത്ത പ്രശ്നമാണ്. ഞാനൊരു പള്ളിയുടെ മുമ്പിലുള്ള പ്രചരണത്തിന് പോയപ്പോൾ എല്ലാ മുസ്ലിങ്ങൾ നമ്മളെ RSS വിരുദ്ധം നമ്മളെല്ലാം കൈയടിച്ച് സ്വീകരിക്കും, നോട്ടീസ് സ്വീകരിക്കുന്നതെന്ന് വിചാരിച്ച് ചെയ്യുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അതിനകത്ത് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വരുന്ന മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഒരു അങ്കലാപ്പും ബഹളും. അപ്പൊ ചോദിച്ചിരിക്കുമ്പോ 1.5 കൊല്ലമായി എന്തുകൊണ്ട് ഈ കനാല് ഇപ്പോഴും ആറയുടെ MP മാറ്റിയില്ല? യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതിന്റെ മാത്രം, ബീഹാറിന്റെ മാത്രം പ്രശ്നമല്ല. അപ്പൊ എന്റെ കൂടെ വന്ന ഗാന്ധിയൻ സോഷ്യലിസ്റ്റിന് എളുപ്പ പരിഹാരം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഞാൻ യോജിച്ചു. മാല എന്നാണ് ഈ പറയുന്ന അവർക്ക് ഒരു 3-4 ആംബുലൻസ് അവിടെ വിട്ടുപോയി. പാർട്ടി ഓഫീസിൽ വിളിച്ചാൽ ഈ ആംബുലൻസ് ആശുപത്രിയിൽ ബാറ്റിനെ കൊണ്ടുപോകാൻ കിട്ടില്ല. വളരെ ന്യായമായിട്ടുള്ള ചോദ്യം. ഞാനത് സ്വീകരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പ്രചരണത്തിൽ പങ്കെടുത്തപ്പോൾ ഈ സഖാവ് ഖയാമുദ്ദീൻ അൻസാരി, അയാളെ ഏറ്റവും തൂക്കുന്ന മുസ്ലിം, മുനിസിപ്പാലിറ്റി തൂക്കുന്ന മുസ്ലിം, മലപ്പുറം മുസ്ലിം കേരള മാപ്പിളയുമായിട്ട് ബന്ധപ്പെടുത്തില്ല, വളരെ നീച പ്രവർത്തികൾ നമ്മുടെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുന്ന മുസ്ലിമാണ് ഖയാമ അൻസാരി എന്ന് പറയുന്ന സഖാവ്. ആ സഖാവ് മുസ്ലിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് കബറടക്കത്തിനായാലും ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാമല്ലോ. ഈ BJPയുടെയും പ്രശാന്ത് കിഷോറിന്റെയും സ്ഥാനാർത്ഥിയുടെ അടുത്ത് പോകാൻ കഴിയില്ലല്ലോ എന്ന് ആണ് സ്വന്തം മതവിശ്വാസികളോട് അദ്ദേഹം പറയും. അത് പറഞ്ഞത് ഒരു മൂർത്ത പ്രശ്നം. എങ്ങനെയാണ് അതാണ് ഈ യഥാർത്ഥത്തിലുള്ള ഈ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ എല്ലാവരും നമ്മളെ കണ്ണടക്കുന്നത്. CPM ഇപ്പൊ ഇങ്ങനെ DYFI ചെയ്യുന്ന കാര്യങ്ങൾ ഈ അവസാനം കുറച്ച് 64 പേരുടെ പട്ടിണിയെ കുറിച്ചൊക്കെ പറയുന്നു. അതിൽ എന്താണ് ഒരു ശബ്ദത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സൗജന്യത്തിന്റെയോ അവകാശത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു പാർലമെന്റ് 1.5 കൊല്ലമേ ആയിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും യഥാർത്ഥം ജനങ്ങളുടെ മൂർത്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധതയ്ക്ക് മാത്രമേ വെല്ലുറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് പ്രേമൻ ചോദിച്ച ചോദ്യം. അത് ഭോജ്പൂരിൽ മാത്രമല്ല, എല്ലായിടത്തും ആ ചോദ്യം ചോദിക്കപ്പെടും എന്നുള്ളത് പ്രേമൻ ചോദിച്ച ചോദ്യം കൃത്യമാണ്. അതിന് ഈ ഗാന്ധിയൻ ഒരു ഭക്തിക പരിപാടിയിൽ CPIM ലിബറേഷൻ ബാലൻസ് കൊടുക്കുക കുട്ടികളുടെ. കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് തുടക്കത്തിൽ ആരംഭിച്ച പോലെ വിദ്യാഭ്യാസ ക്ലാസ്സുകൾ, ഡയറ്റ് ക്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണം ആദ്യം എന്ന്. ആ കാലഘട്ടത്തിലൊക്കെ CPIക്ക് 7 MP വരെ ഉണ്ടായിട്ടാണ്. അതുപോലെ ബംഗാളിന് MCC കോർഡിനേഷൻ അവർക്ക്, അതുപോലെ പല സ്ഥലങ്ങളിലും MP ഫണ്ട് ഉണ്ട്. അപ്പോൾ പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികൾ പലപ്പോഴും
അവരുടെ മണ്ഡലം ശ്രദ്ധിക്കാറ്. രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ അവർ മണ്ഡലത്തിലെ ജനങ്ങളിലേക്കുള്ള കാര്യം ശ്രദ്ധിക്കുന്നു. BJPക്ക് ഏറ്റവും സ്വാധീനം കുറഞ്ഞ ഹിന്ദി ബെൽറ്റിൽ ഒരു പ്രദേശമാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന നടത്തിയ മറുപടി പറയത്തില്ല. ഞാൻ ചെയ്യാൻ മണ്ഡലം നോക്കണം. അതുപോലെ ബംഗളശ്ശേരി പോയ പാലക്കാട് സിറ്റികളിൽ മാത്രം പറയണം. ബംഗളശ്ശേരി പോയ പാലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇതാർക്ക് മാത്രം പ്രശ്നമല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരത്തിൽ വളർച്ചയുടെ പ്രവർത്തനത്തിൽ മാത്രം പറയാം. നമ്മള് പിന്നെ ഒരുപാട് തുടങ്ങിയത് ഈ ഇന്ത്യയെ ഭരിക്കുന്നത് സംഘപരിവാർ ഹിന്ദുക്കളോട് BJP ഗവൺമെന്റ് ആണെന്നുള്ള വാദം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് ശരിക്കും സംഘപരിവാറിന്റെ നേതാവ് തന്നെയാണ് ഇന്ത്യ രാജ്യം ഇന്ന് ഭരിക്കുന്നത്. അത് സംഘപരിവാർ സപ്പോർട്ട് സംഘപരിവാർ തന്നെയാണ് ഭരിക്കുന്നത്. ഇതല്ലാതെ വേറെ എന്തൊരു ഓപ്ഷനാണ് മുന്നോട്ട് വെക്കാൻ. ജനാധിപത്യത്തിന്റെ ഈ പ്രക്രിയയല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയല്ലാതെ സംഘപരിവാറിനോ അതുപോലെ പാർട്ടിക്കോ ദൂരത്തേക്ക് പറയാൻ വേറെ എന്ത് വഴിയാണ് മുന്നോട്ടുള്ളത്? അധികാരത്തിൽ ഉണ്ടാകുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പോസ്റ്റാണ്. അപ്പോ എന്ത് പുതുമയാണ്, എന്ത് ബദലാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ചരിത്രമൊന്നും മാറുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുന്നത്, അവർ കമ്മ്യൂണിസ്റ്റ് മൂലം ഇന്ത്യയിലെ കേസിലാണ് സംസ്ഥാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറയാം എന്റെ നിലപാട്. ഞാൻ അതിന് പോയത് കൊണ്ട് തന്നെ ഞാൻ പാർലമെന്റിൽ ചെറുത്തുനിൽപ്പിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ പോയത്. അല്ലെങ്കിൽ വസ്തുക്കൾ സഖാക്കൾ വെടിവെച്ച് കൊല്ലപ്പെടുന്നുണ്ട്. ആ മാർഗത്തിലാണെന്ന് പറയുന്ന രാവണിയൊക്കെ എന്റെ കൂട്ടുകാരാണ്. രാവണി നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് വേറെ കാര്യം. ഞാനത് പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ തലികയിൽ വെച്ച് കൊടുക്കലാണ്. ഇത് തലികയിൽ വെച്ച് കോൺഗ്രസ് സർക്കാർ കൊടുത്തതാണ്. നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വളരണ്ടായെന്ന് ഇന്ത്യയിലെ ജനം ആരോടും പറഞ്ഞിട്ടില്ല. ബീഹാറിലടക്കം നിങ്ങൾ വളരണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വളർന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ പാർലമെന്ററി സമരത്തിൽ നിന്ന് പോകുന്ന കുറവൊന്നും പോകുന്ന പ്രശ്നമില്ല. അവസാന വോട്ട് വരെ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ആ സമരത്തിൽ തന്നെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. ഒമർ ഖാലിദ് ആയാലും ഇന്ന് ഇന്ത്യയിൽ തടവിൽ കിടക്കുന്ന രാഷ്ട്രീയ ആളുകളുടെയും ഈ പാർലമെന്ററി പ്രവർത്തനമൊന്നുമല്ല, ഒരു തീവ്രവാദവും ചെയ്യാതെ നിരവധി ആയിരക്കണക്കിന് യുവാക്കളും മുസ്ലിങ്ങളും ഇന്ന് ഇന്ത്യൻ തടവുകാരാണ്. അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും നടക്കുന്നില്ല. അപ്പോ ആ അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച ബദൽ ഇത്രയേ ഉള്ളൂ. ഇത് പോവുക, ഇതും തീവ്രവാദപരമാണ്, അർബൻ നക്സലാണ്. 75 വയസ്സായ ആൾ അപകടകരമാണെന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ എന്തിലോ പോവുക. ഞാനത് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ പ്രവർത്തിച്ചാൽ ഭരണമാർഗം തയ്യാറാകുന്നത്. അല്ലാതെ മിടുക്കിന്റെ പ്രശ്നമല്ല. ഇത് മൂർത്തമായിട്ട് എങ്ങനെ ചെറുക്കണമെന്ന പ്രശ്നമാണ്. ബദലുകളെല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമേ ഫാസിസത്തെ ചെറുക്കുള്ളൂ എന്ന് പറയാൻ ഉള്ള അത്രയ്ക്കുള്ള സൈദ്ധാന്തിക പിടിവാശിയൊന്നും എനിക്കില്ല. ഇനി എത്ര എനിക്ക് ഇടതുപക്ഷ മൂല്യങ്ങളും ബോധമേ ഉള്ളൂ. പക്ഷേ ഫാസിസത്തെ ചെറുക്കണമെങ്കിൽ ഈ രംഗയിൽ കൂടിയും മറ്റ് പ്രക്ഷോഭങ്ങളിൽ കൂടിയും മറ്റ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ കൂടിയും ലോക ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രവർത്തിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്റെ അനുഭവത്തിൽ ഇത് നമ്മളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ എന്താണ് മാർഗം? ഇതല്ല എന്നുള്ള മാർഗം അവർ തീരുമാനിക്കും. അവർ തീരുമാനിക്കും. അവരധികാരം ഭരണകൂടം കയ്യിലുള്ളിടത്തോളം നമുക്ക് ബദൽ ഇല്ല എന്നുള്ളത് എന്താണെന്നുള്ള അവർ തീരുമാനിക്കും. നമുക്ക് കാരാഗ്രഹമാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ചെറുത്തുനിൽപ്പാണ്. അതിനുശേഷം എത്ര ദുർബലമായ രാഹുൽ ഗാന്ധിയുടെ സർക്കാരാണ്, അത് തന്നെ സാധിക്കും. അല്ലാതെ ഇതിനെ അട്ടിമറിക്കാൻ ഒരു ഭരണകൂടം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഇന്ത്യയുടെ ഭരണകൂടം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ജുഡീഷ്യറി ഉൾപ്പെട്ടു. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയില്ല. ഇന്ത്യയിൽ ജുഡീഷ്യറി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നതാണ്. മെഡിക്കൽ കോളേജ് സ്കാനിൽ പങ്കാളിയായ ആളാണ് നിങ്ങളുടെ ചീഫ് ജസ്റ്റിസ്. കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ടെന്നുള്ള ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ പല പ്രയോഗങ്ങളുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു.
അപ്പൊ കോടതിയിൽ നിന്ന് ഇതിന് രക്ഷ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് എംപരിക്കലായിട്ട് എത്ര വേണമെങ്കിലും തെളിവുകൾ കണ്ടുപിടിക്കാം. പട്ടാളവും പോലീസും അവരുടെ കയ്യിൽ തന്നെയാണ്. ഇന്ത്യൻ പട്ടാളത്തിന്റെ മേധാവി കുപ്പായം വിട്ടുകൊണ്ടാണ് ഹിന്ദു അമ്പലങ്ങൾ പരസ്യമായി സന്ദർശിച്ച് ടെലിവിഷനിൽ പടം വരയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കാലം കേരളത്തിൽ വിവിധ നക്സലൈറ്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പറഞ്ഞ ഭരണകൂടത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് അർദ്ധ ഫാസിസം എന്നൊക്കെ പറയുന്ന തമാശ പറയുന്ന പോലെ ഫാസിസമോ അർദ്ധ ഫാസിസമോ ഇപ്പൊ പറയുന്ന പോലെ പട്ടാളത്തെയും പോലീസിനും പൂർണ്ണമായി നിയന്ത്രിക്കുകയാണ്. അവരെ എത്രത്തോളം ഹിന്ദുവൽക്കരിക്കാൻ കഴിഞ്ഞു എന്നതും പ്രശ്നമാണ്. കാരണം സിഖുകാരും തമിഴരും ഉൾപ്പെട്ട ഒരു കാലാൾ സേനയും എയർഫോഴ്സുമാണ് അവർ ആ ചെറുത്തുനിൽപ്പിനെ ഭയപ്പെടുന്നത്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നത്, എന്താണ് മാനം ഈ രാഷ്ട്രീയത്തിൽ? ജയിച്ചാൽ തോറ്റാലും ഞാൻ രക്തച്ചൊരിച്ച് ഭയപ്പെടും. തീർച്ചയായിട്ടും മഹാഗഠബന്ധൻ തോൽക്കുകയാണെങ്കിൽ RSSും ഭരണകൂട ശേഖരങ്ങളും ദരിദ്രരും തോൽക്കാനാണെങ്കിലും വോട്ട് ചെയ്ത മഹാഗഠബന്ധന്റെ പ്രവർത്തകരെ ആക്രമിക്കും. അതിന് ഞാൻ ഇക്കാര്യം പറയാം, അതിന് അവർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഉദ്ബോധനമല്ല, അത് അറിയാം. അല്ലാതെ നമ്മളെ പോലെ സുഖകരമായിട്ടുള്ള ഒരു മധ്യവർഗ എന്താ പറയുക ധർണ അല്ല. അത് നമ്മുടെ പോലീസ് നമ്മുടെ ഏത് പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെടാം. അതിപ്പോൾ നടന്നു കഴിഞ്ഞു. ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം മലയാളം പേപ്പർ ഭൂലക്ഷമായി വായിക്കുന്നവരാണ്. കേരളത്തെ പോലെ തന്നെ വളരെ ആവേശകരമായി ബീഹാറിന്റെ ഫാസിസത്തെ കുറിച്ചിട്ടുള്ള ഉത്സുകരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അതാണ് ഞാൻ എൻ്റെ ഒരു പ്രവചനം. തോറ്റാലും ജയിച്ചാലും അവിടെ ദരിദ്രരും പ്രതിപക്ഷ ആളുകളും ആക്രമിക്കപ്പെടും. അത് ഞാനൊരു സംശയം. രണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുജറാത്ത് വിരുദ്ധത അത് താത്വികമായി നോക്കുമ്പോൾ ഒരു ഇടതുപക്ഷക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയുള്ള തമിഴിന്റെ പാണ്ഡ്യയിലെ വടക്കേ ദേവിയോ നമ്മളൊക്കെ പുച്ഛിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു രൂപീകരണം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിനടുത്തുള്ള ഭൗതിക അടിസ്ഥാനം ഇതുവരെ ഇല്ലാത്തതാണ്. കാരണം ഇതിനുശേഷം വരാൻ പോകുന്ന ഹിന്ദുത്വ പ്രോജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ടത് പാർലമെന്റിന്റെ ഡീലിമിറ്റേഷൻ. ആ ഡീലിമിറ്റേഷനിൽ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ന്യൂനപക്ഷമായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. അത് തെലങ്കാനയും ആന്ധ്രയും തമിഴും കേരളവും കർണാടകയെയും ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ അവബോധത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അതാണ് രാഷ്ട്രീയ മാനമെന്ന് ഞാൻ പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഈ ഫാസിസത്തിന്റെ അടുത്ത പടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്നത് രക്തച്ചൊരിച്ചു. രണ്ടാം മുസ്ലിങ്ങൾക്ക് കൂടുതൽ ദലിതർക്ക് കൂടുതൽ സ്ത്രീകൾക്ക് 10,000 രൂപയുടെ കടബാധ്യത സമ്മാനം. 10,000 രൂപ കടം മേടിച്ചാൽ പിന്നെ ജീവിച്ചോളാണ് കടം മേടിച്ചത്. അതുണ്ടാവും, തുടരും. ഭരണഘടന മാറ്റിമറിക്കാതെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പുതിയ ഭരണഘടനാ സംവിധാനത്തിലൂടെ തെക്കൻ BJPക്ക് സ്വാധീനം ഉറപ്പിക്കാത്ത സ്ഥലങ്ങളിലുള്ള പ്രാതിനിധ്യം കുറച്ചുകൊണ്ട് അവർ ഈ RSSന്റെ ഇത്. അപ്പൊ നമുക്കതിനെ ബദൽ ചോദിച്ചാൽ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രതിപക്ഷത്തോട് നമ്മളുടെ നിരന്തരം ആവശ്യം നമ്മളെ സംരക്ഷിക്കുന്നതല്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പമാണെന്ന് പറയുന്നെങ്കിൽ അതിന്റെ ദൃഷ്ടാന്തം എന്തെന്ന് തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊരു ബദൽ എനിക്ക് പറയാൻ പറ്റില്ല. ബദലുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു മന്ത്രിസഭ എത്ര മോശമായിരുന്നു. UPA 1 പോലെയുള്ള ഒരു മന്ത്രിസഭ പോയാൽ പോലും ഞാൻ അതിനെ ഒരു സൈദ്ധാന്തിക പിടിവാശിയില്ലാതെ ഇന്നും ഞാൻ പിന്തുണയ്ക്കും. എന്ത് ചെയ്യുന്നു ചോദ്യം. കാരണം 1977 കാലത്ത് പാട്നയിൽ ഞാൻ എസ്എഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ചെറിയ ഞാൻ പറഞ്ഞിട്ട് സദാവിശദീകരിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യവും അന്ന് അവിടെ കണ്ടിരുന്നു. അപ്പൊ അവിടുന്ന് ഒട്ടും ഒരു ഇഞ്ച് പോലും വ്യത്യാസം പോലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കാലാകാലങ്ങളിൽ മാറി മാറി വന്നിരുന്ന സർക്കാർ എന്ത് ചെയ്തു? അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് ചെയ്തു?
വാഴ്ത്തിയത്. UPA-2 എന്ന സർക്കാരിന്റെ അഴിമതിയും അതിനെതിരായിട്ട് RSS കൊണ്ടുവന്ന ഉപജാപത്തിന്റെ ഭാഗമായ ആപ്പും ഇതെല്ലാം കൂടി അവർ തന്നെയാണ് ഉത്തരവാദി. ജനങ്ങൾ ഭരണവർഗം തന്നെയാണ് 75 വർഷത്തിന് ശേഷവും ഇന്ത്യയിൽ ഫാസിസത്തിന് വരാനായിട്ടുള്ള ഒരു വഴിയൊരുക്കിയത്. അതുകൊണ്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടത്, ചോദിക്കാനുള്ള ചോദ്യം, സംഘടിക്കാനുള്ള അവകാശം വേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സമരം നിർത്താനൊന്നുമല്ല. അതുകൊണ്ട് എല്ലാം കണക്കാണെന്ന് പറയാം. എല്ലാം കണക്കാണെന്ന് പറയാനുള്ള അതിന്റെ കാലഘട്ടം എന്റെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞു. ഞാൻ പറയില്ല. BJP ഫാസിസത്തിനെതിരായി ശക്തമായി പോരാട്ടം സഖാവ് വിശദീകരിച്ചപ്പോ എല്ലാവരും ആവശ്യം പറഞ്ഞു. അത് നമ്മളെ ബാലപാഠം പോലെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഉൽപ്പന്നമാണ് 1925. ഇനി 77 വരെ എത്തിയത് എങ്ങനെയാണ്? വളർന്നത് എങ്ങനെയാണ്? കേരളത്തിൽ വളർന്നത് എങ്ങനെയാണ്? കോഴിക്കോട് തുടങ്ങിയ ചെറിയ ഒരു RSS എങ്ങനെയാണ് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് തുടങ്ങുന്നത്? RSSന്റെ വളർച്ചയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം ഇന്ത്യൻ ഭരണവർഗത്തിന്റെ പരാജയം തന്നെയാണ്. അങ്ങനെയും ഉണ്ടാവുള്ളൂ ഫാസിസം. അല്ലാതെ ഫാസിസം തൊഴിലാളി വർഗത്തിന്റെ പരാജയത്തിൽ പെട്ടെന്ന് ഫാസിസം ഉണ്ടാവുമെന്നുണ്ടാവില്ല. ഈ ഒവൈസി എന്താണ് ഒവൈസിനെ ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് ഈ ഫാസിസ്റ്റിന് എത്ര പരിധിയുണ്ട്. ഒവൈസി അങ്ങനെ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് BJPക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ ഒവൈസി ഹൈദരാബാദിൽ വെച്ച് ഇന്ത്യ രാഷ്ട്രീയമായിട്ട് ഒവൈസി എന്നുള്ള പ്രതിഭാസത്തിന് തുലനം ചെയ്യാവുന്ന ഒരു ഫോം എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. അതിന് ഹൈദരാബാദിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ പട്ടാളം നടത്തിയ മാസക്കർ, അതായത് എന്താ പറയുക, ജനസോയിഡ് നരവംശഹത്യ, അത് മരിച്ച മുസ്ലിങ്ങളുടെയും ഒരു കണക്ക് തെലങ്കാന പോരാളികളുടെ കണക്കുണ്ട്. എത്ര പേർ മരിച്ചു? റസാക്കേഴ്സ് എന്ന പേരിൽ, റസാക്കേഴ്സ് അല്ല, അത് കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ കണക്ക് ലക്ഷത്തിൽ. അപ്പൊ നമ്മൾ അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒബേസിയുടെ വേറെ എവിടെയും ഇല്ലാത്ത ഒരു മുസ്ലിം ഫോർമേഷനും ഇതുണ്ട്. അപ്പൊ ഹൈദരാബാദിലെ ആ സ്വഭാവത്തിന്റെ പുള്ളി അത് ആവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലും ബീഹാറിലും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എന്തുകൊണ്ട് SDP വളർന്നു, SDPI വളർന്നു? SDP വളരെ ശക്തമാണ്, തെറ്റിദ്ധരിക്കില്ല. അത് മുനിസിപ്പൽ പഞ്ചായത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പക്ഷെ ഒവൈസി വഞ്ചകനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം കാശ്മീരിന്റെ പ്രശ്നത്തിലും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വിദേശ നയത്തിൽ അവരുടെ ഒപ്പം, ശശി തരൂരിനൊപ്പം പോകുന്ന വ്യക്തിയാണ് ഒവൈസി. അദ്ദേഹത്തിന്റെ നിങ്ങൾ പ്രസംഗം സൂക്ഷിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലിം സംഘടനകളിലെ ശശി തരൂരാണ്. അദ്ദേഹം എവിടെയും കൂടെ പോയിരുന്നു, RSSന്റെ കൂടെ വിദേശത്ത് പോയി ന്യായീകരിക്കാനായിട്ട്. നമ്മുടെ മുസ്ലിം, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ താങ്കളുടെ ചോദ്യം വളരെ കൃത്യമാണ്. ഞാനൊരു കാലത്ത് വിചാരിച്ചിരുന്നത് ഇപ്പൊ മുസ്ലിം ലീഗുമായി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി അവസാന ഒരു പോരാട്ടത്തിൽ കയ്യിൽ പോക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ വേണ്ടി വന്നേക്കാൻ വിശ്വസിക്കുന്നതാണ് അതിന്റെ അവസ്ഥ. അത് തെറ്റിദ്ധരിക്കുന്ന ഞാനെല്ലാം ചാടി പോകണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ ഒവൈസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒവൈസി ആയതുകൊണ്ട് RSS അയാളെ മുസ്ലിം അല്ലാതെ കണക്കാക്കില്ല എന്നിരിക്കുന്നു. അവസാനം ഒവൈസിയെയും ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ JDU എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു തികച്ചും ശാരീരിക അവശതയും ഓർമ്മയും നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോ കൃത്യമായി RSS മഹാരാഷ്ട്രയിൽ നടത്തിയ അതേ പരിപാടി JDUവിന് അപ്പാടെ ലഭിച്ചിരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കാണാൻ കഴിയും. അപ്പൊ അത് നമുക്കൊരു പാഠമാണ്. RSSന്റെ കൂടെ കിടന്നുറങ്ങുന്ന വെള്ളാപ്പള്ളി നടേശനും BDK സുരേന്ദ്രന് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൂചനയും ബീഹാറിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രശ്നമായിട്ടാണ് ഇടതുപക്ഷം മുഖ്യമായിട്ടും ജമാഅത്ത് ഇസ്ലാമി ഞാൻ അങ്ങനെ തികച്ചും തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുന്നയാളല്ല. അല്ലാതായിരുന്നു
അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലല്ലേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും കണക്കുകളും താങ്കൾ പറയാൻ പോകുന്നത്. ഇതെന്ത് തെരഞ്ഞെടുപ്പാണ് ഞാൻ വിശദീകരിച്ച് BJP പിന്നെ ബഹളം നടത്തുന്നത്? എന്ത് തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ നടന്നത്? എന്ത് തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ നടന്നത്? അതിന്റെ കണക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ 8 സീറ്റുകൾ പാർലമെന്റ് ഭീകരമായ മലയാളി കൗതുകമാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഫലങ്ങൾ ഓരോ സീറ്റ് എവിടെ കിട്ടും അവിടെ കിട്ടും എന്ന് പറയുന്നത്. അത് ഫാസിസത്തിന്റെ മുഹൂർത്തത്തിലും മലയാളി വിട്ടുമാറ്റിയിരിക്കുക. അതൊരു മധ്യവർഗ കൗശൽ കൗതുകം മാത്രമായിട്ടാണ് രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് വിശ്വാസമില്ലാത്തത് അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ആ രാഷ്ട്രീയ മാധ്യമപ്രവർത്തനം നിലയിൽ പൊതു പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് താല്പര്യം. ഇപ്പോൾ പ്രതീക്ഷിക്കുകയും പിന്നെ തെരഞ്ഞെടുപ്പ് ഇട്ട് നോക്കുള്ളൂ. വിപ്ലവം ഭാവിയിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഈ പ്രതീക്ഷ വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഇല്ലാതാകുന്നത്. തെരഞ്ഞെടുപ്പ് ആശ്രയിക്കുക. ഇപ്പൊ നമുക്ക് ജനാധിപത്യ വിപ്ലവത്തിന് ജനാധിപത്യമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പാർലമെന്റ് ജനാധിപത്യം വിശ്വസിക്കാൻ മാർഗമുള്ളൂ. മറ്റു ഓപ്ഷൻസ് നമ്മുടെ കയ്യിലില്ല. വോട്ട് ചെയ്യാം. ഓരോ പാർട്ടിയില്ല. എന്ത് മാർഗമുണ്ടോ? ഒന്ന് അവരുടെ ഗുജറാത്ത് വിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ സാധനം വിശദീകരിച്ച രീതിയിലുള്ള ഒരു ബീഹാർ ആണെങ്കിൽ ഈ പടിഞ്ഞാറ് അറ്റത്ത് കിടക്കുന്ന ഗുജറാത്തിനോടുള്ള വിരുദ്ധത അത് വിശദീകരിക്കുന്നത് മനസ്സിലായി. അതായത് ബീഹാറുകളുടെ ഗുജറാത്ത് വിരുദ്ധത എന്ന് പറഞ്ഞില്ലേ, അതൊന്നും വിശദീകരിക്കണമായിരുന്നു. ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചത് ഇവര് ഗുജറാത്തി എങ്ങനെയാണ് നേരിട്ട് ഒരു ശത്രുവായി കാണുന്നത് എന്നൊരു കണക്ക് ഞാൻ എല്ലാം വിവരിക്കാൻ പറ്റിയില്ല അത്ര സൂക്ഷ്മമായിട്ട്. ഞാനാണെങ്കിൽ എഴുത്തുകാരാണ് പറഞ്ഞത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോൺട്രാക്ടർമാരായിട്ട് ഈ RSSന്റെ ഒറിജിനൽ ശക്തി ഈ അമ്പ് കല്യാണം പാർട്ടി ഇങ്ങനെയാണ് ഈ RSSന്റെ അടിസ്ഥാന വർഗമായിട്ട് ഡൽഹിയിലെ ഉയർന്നത്. ഈ ബലിയ വർഗത്തിന്റെയും മാർവാടി വർഗത്തിന്റെയും കോൺട്രാക്ടറുകൾ ടെന്റ് അടിക്കുക, കല്യാണം നടത്തി കൊടുക്കുക, ഇവന്റ് എടുത്തെടുക്കുക, പാത്രം കൊടുക്കുക, ഇങ്ങനെയുള്ള കച്ചവടക്കാർ. അങ്ങനെയാണ് പണ്ട് നെഹ്റുവൊക്കെ കളിയാക്കിയത് ടെന്റുവാനെ RSS. പക്ഷെ അത് കളിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇവരെന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ഈ സർക്കാർ ഇത്തരത്തിലുള്ള മെയിൻ കോൺട്രാക്ടുകളെല്ലാം ഗുജറാത്തികൾക്കും ഈ പറയുന്ന പോലെ അംബാനി അദാനികൾക്കും ബീഹാറിൽ കൊടുത്തു. അത് ഇനി ഞാൻ ശരിയാണെന്നല്ല പറയുന്നു. അപ്പൊ അത് മുദ്രാവാക്യമായി മഹാഗഠബന്ധത്തിന് ഒരു അവസരമായി തന്നെ ഉയർത്തുന്നു. അത് ഒരർത്ഥത്തിൽ ഗുജറാത്തി ഇംഗ്ലാണ്ടി ക്രോണി ക്യാപിറ്റലിസം എന്ന് നമ്മൾ പറയുന്ന ഈ പങ്കാളിത്ത ശിങ്കിടി മുതലാളിത്തത്തിൽ എന്തുകൊണ്ട് ഗുജറാത്തി ഒരു പിടിയുണ്ട്, എന്തുകൊണ്ട് ഒരു പാഴ്സി പിടിയില്ലാതെ പോയി, എന്തുകൊണ്ട് ഒരു യൂസഫ് അല്ലെങ്കിൽ ഒരു ചെട്ടിയാൻ പിടിയില്ലാണ്ട് പോയി? ഭൂമിശാസ്ത്രപരമായി ഭൂമിശാസ്ത്രപരമായി. പക്ഷേ തൊഴിൽ കൊടുക്കുന്നയാൾ ഗുജറാത്തി ആകുമ്പോൾ ബീഹാർ തൊഴിലാളികൾക്ക് ഗുജറാത്തികൾ ശത്രുവായി പ്രത്യക്ഷപ്പെടുന്നു. അറബികൾ നിങ്ങളുടെ വിശ്ലേഷിക്കുമ്പോൾ അറബി നിങ്ങൾ ശത്രുവാകുന്ന പോലെ, നിങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുമ്പോൾ ജന്മി വിരുദ്ധനാകുന്നത് പോലെ നമ്മുടെ ബിഹാറി അല്ലാത്ത ഒരു കോൺട്രാക്ടർ നിങ്ങൾക്ക് പണി തരാതെ ഇരിക്കുമ്പോൾ അവന് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അവൻ ഗുജറാത്തി പറയുന്നു. അത് പ്രതിപക്ഷ നേതാക്കൾ സബ് നാഷണലിസം എന്ന് എന്താ പറയുക, ഉപദേശീയമോ ദേശീയമോ. ഒരു സംശയമുണ്ട്. ഈ അതായത് ഈ രഥയാത്ര പറയുന്നതോടുകൂടിയൊക്കെ ഈ RJDയുടെ കയ്യിലായിരുന്നു മുസ്ലിം ജനസമൂഹം എന്ന് പറയുന്നത്. അതിൽ 10% ഈ JDU BJP സഖ്യത്തിലൂടെയാണ്. അത് യഥാർത്ഥത്തിൽ വർഗപരമായി ഉയർന്നു നിൽക്കുന്ന സമൂഹം പോയി എന്നാണ്. അത് അങ്ങനെയാണെങ്കിൽ പോലും ഈ കേരളത്തിലെ ക്രിസംഗീകൾ പോലെയല്ല, ഇന്ത്യയിൽ നല്ല മുസ്ലിങ്ങൾ പൊതുവെ ഈ അവരുടെ ഒരു മതം, അതായത് ഗുജറാത്ത് നമ്മളെ പോലെയല്ല. ഈ ഡൽഹിയിൽ ഈ ബാബറി മസ്ജിദ് തകർന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വളരെ അടുത്താണ്. അവരുടെ ഓർമ്മകളിൽ ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് പെട്ടെന്ന് ഈ BJPയുടെ അതെങ്ങനെയാന്ന് വെച്ചാൽ ഫാസിസത്തിന്റെ പിന്തുണ ലഭിക്കുന്ന അതാണ്. അടുത്ത ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഒഴിയാൻ വേണ്ടി ഉഴപ്പൻ പറഞ്ഞതല്ല. മത്താൻസും ഷെയ്ഖുകളും എന്ന് പറയുന്ന 2 മുസ്ലിം സവർണ, ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ സെയ്ദുമാരില്ലേ,
സെയ്തും പിന്നെ മത്സ്യത്തൊഴിലാളി മുസ്ലിം ഒരുപോലെയാണോ? അല്ല. അല്ലാതെ പ്രത്യേകം പഠിപ്പൊന്നും വേണ്ട. അതിനകത്ത് ജാതി മുസ്ലിം ജാതി ഇതുവരെ നമുക്ക് കാണാൻ പാടാണ്. ആരെ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമാണ്. സെയ്ത് അപ്പൊ അത് വളരെ സ്വാഭാവികമായി കേരളത്തിൽ സെയ്ത് അത്ര വലിയ ശക്തമല്ല. സെയ്ത് മുഹമ്മദ് സെയ്ദ് ആലിമോട് ചെറിയ കുടുംബം മറ്റവിടെയല്ല. ഷെയ്ഖുമാര് വലിയ ചെറിയ ശതമാനം അത് പണക്കാരായിട്ടുള്ളവർ മുഴുവൻ ഈ സവർണ മുസ്ലിംസ്. അതാണ് ഇന്ത്യയിലും ബസ്വട്ട പ്രസംഗത്തിലും സംസാരത്തിലൊക്കെ ഒരു ഗവേഷണത്തിനോ അല്ലെങ്കിലൊക്കെ പ്രശാന്ത് കിഷോറിന്റെ റോഡ് വളരെ അയാൾ രാജ്കൂട്ടാണ്. അത് സവർണ ഡൽഹിയില് അയാൾ ശ്രമിക്കുന്നത് രാജ്കൂട്ട് എന്ന് പറയുന്ന ജാതിക്ക് പല കാരണങ്ങൾ കൊണ്ട് JDU BJP അവരോട് എതിർപ്പുണ്ട്. ഈ പ്രശാന്ത് കിഷോർ വിദ്വാൻ മാറി മാറി ഇവിടുത്തെ ഇന്ത്യയിലെ മുതലാളിത്ത പുരുഷ പാർട്ടികൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിന്റെ പിൻബലം ഈ BJPക്ക് എതിരായിട്ടുള്ള ഒരു അമർഷത്തിന്റെ അത് മഹാഗഡ്ബന്ധന് പോവാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ചെറിയ ഫാക്ടറല്ല. പലരും ഇവിടെ എനിക്ക് അറിഞ്ഞുകൊണ്ട് മലയാള പത്രങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അയാൾ ചെറിയ ഫാക്ടറല്ല. അയാൾക്ക് പണമുണ്ട്, അയാളുടെ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് അധികം സ്ഥലങ്ങളിൽ എൻ്റെ ഒരു കൂട്ടലനുസരിച്ച് അത് മഹാഗഡ്ബന്ധനെ ദോഷമായി ബാധിക്കുമെന്നാണ് എൻ്റെ ഭയം. കാരണം ഞാൻ പോയടുത്ത് 2 സ്ഥലത്തുണ്ട്. വാസ്തവത്തിൽ BJP-യേക്കാൾ പരസ്യമായി വന്നിക്കും പ്രചരണമൊക്കെ പ്രശാന്ത് കിഷോർ ആളുകളുണ്ട്. അത് സാമാന്യം ഭേദപ്പെട്ട എൻ്റെ ഹോട്ടലിൽ തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അവരുടെ മറ്റുള്ള ആളുകളുണ്ട്. അപ്പൊ അവർ പണം അവർ ഈ ഒബേസിയെ കുറിച്ച് പറയുന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഹാർ 18%, ഈ സവർണർ എല്ലാം കൂടി 18%. പക്ഷെ 90% ജോലി സർക്കാർ, 90% കോൺട്രാക്ടർമാർ സവർണർ. എന്റെ 90 പറയുന്നത് പലപ്പോഴും അധികാരത്തെ കാണിക്കുന്നുണ്ട്. അതെല്ലാം സവർണர்களுണ്ട്. ഈ താങ്കൾ പറഞ്ഞ പോലെ ഈ 1977 കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഈ വലിവിടച്ച സോഷ്യലിസ്റ്റ് ധാരകൾ സൃഷ്ടിച്ച ആളുകൾ ഈ മധ്യവർഗത്തിന്റെ, നമ്മുടെ കേരളത്തിലെ ഈഴവർഗ സമാനമായി വന്ന ഈ വർഗത്തിന്റെ പ്രതിനിധികൾ JDU ആയാലും RJD ആയാലും അവരുടെ സേനകളും സേന പോലെ തന്നെ മധ്യവർഗത്തിന്റെ സേനയുണ്ട്. അല്ല അപ്പറല്ല, അപ്പറല്ല, എക്സ്ട്രീം ബാക്ക്വേർഡ്. അതാണ് കോൺഗ്രസും അവരുമാണ്. അപ്പർ OBC എന്ന് പറയുന്നത് എക്സ്ട്രീം. അതിന് കാറ്റഗറൈസേഷനിൽ കാര്യമില്ല. ഞാൻ എഴുപത്തിനും സവർണനും ദളിതരും മുസ്ലിങ്ങളും സ്ത്രീകളൊക്കെ പറയുന്ന 70 ഇപ്പോഴങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സവർണരുടെ പാർട്ടിക്കൊന്നും BJP പറയാൻ പറ്റില്ല. കാരണം ഗുജറാത്ത് അതൊരു പ്രശ്നം. അവരുടെ സാമൂഹ്യ അടിത്തറ ചിൽപ്പവൻ ബ്രാഹ്മിൻസ് തുടങ്ങി മാർവാരുമാരും ബലിയുമാരും വർദ്ധിച്ച് ഇന്ത്യയിലെ സമസ്ത പിന്നോക്കക്കാരുടെയും വലിയ വിഭാഗം ട്രൈബൽസ് ആണ് മുസ്ലിംസിനെ കൊന്ന ഗുജറാത്തിൽ. അപ്പൊ അതിന്റെ ഇതിന്റെ ചുരുക്കിയല്ലേ അങ്ങനത്തെ സാമൂഹ്യ അടിത്തറ RSSന്റെ ഒരു മാസ് ഫാസിസ്റ്റ് പാർട്ടി ഈ യൂറോപ്പിൽ കാണുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയെ പറയുന്നത് ലോകം മുഴുവൻ ഫാസിസം വരുന്ന അതിന്റെ ഭാഗമായി RSS അങ്ങനെയല്ല. ഇവിടെ 1925 മുതൽ ഇന്ത്യയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസമാണ്. നല്ല മൂത്ത് പഴുത്ത ഹിറ്റ്ലറിൽ നിന്നും പ്രധാനമന്ത്രി ഇന്ത്യയുടെ വേണ്ട മതമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫാസിസം. അതിനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സമൂഹത്തിനനുസരിച്ചുള്ള പ്രതിപക്ഷം വേണം എന്നാണ്
SIR 65 ലക്ഷമാണ് പുറത്താക്കിയത്. കൈകാര്യം ചെയ്ത് SIR 65 ലക്ഷമാണ് പുറത്താക്കിയിരിക്കുന്നതാണ് കേട്ടത്. അപ്പൊ അത് ഇതാണ് സത്യമാണെന്ന് മാത്രമല്ല അവരുടെ കൂട്ടിച്ചേർക്കാൻ ഇത് ചോദിച്ചു കൊടുക്കുന്ന ഈ ഒഴിവാക്കിയവരുടെ കണക്ക് ഇവിടെ പറയുന്നു, കൂട്ടിച്ചേർത്തവരുടെ കണക്കുണ്ട് അത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയ പരാജയത്തെ കുറിച്ച് നമുക്ക് സംശയം. നിൽക്കുന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ പോലും സംശയം. അപ്പൊ അതുകൊണ്ട് കൂട്ടിച്ചേർത്തവർ എങ്ങനെയാണ്? ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഹരിയാന കണക്കിൽ കൂട്ടിച്ചേർത്തവർ നടന്നിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ നടന്നു. തൃശ്ശൂരിൽ ഈ പറയുന്ന ഒന്നുമല്ല. ഞാൻ അവിടെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനമായി വണ്ടി കെട്ടി പോയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം 1.5 വർഷമായി ഈ NGO ജോയിന്റ് കൗൺസിൽ സഖാക്കളുടെ അറിഞ്ഞുകൊണ്ട് ചേർക്കലാണ്. ക്ലബ്മാരും അവിടെ ഇവരൊക്കെ ഈ സംഘടനകളിൽ അവർക്കൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെ എന്തൊക്കെയുള്ളവർ ചേർക്കുകയാണ്. പക്ഷെ ചേർത്ത് വന്ന് സരക്ഷ വിജയിച്ചു. അപ്പോഴാണ് അപ്പൊ അത് ബീഹാറിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ഒറ്റ സ്ത്രീപ്രായം മാത്രമേ അത് വളരെ ഇതായിട്ട് എല്ലാ തരത്തിലും സാംസ്കാരികമായ മുന്നോട്ട് കേരളത്തിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെ അല്ലേ? അങ്ങനെ പറയുന്നില്ല. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ബീഹാറിലെ സ്ത്രീകളുടെ അതല്ല, അത് ഞാൻ പറഞ്ഞില്ല. ആ തീയതി ഒറ്റ സ്ത്രീ ഉണ്ടായിരുന്നു പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പാർട്ടികളുടെയും. പക്ഷെ എങ്കിലും നമ്മുടെ ഇങ്ങനത്തെ അവസ്ഥകളിൽ ഞാൻ ഇവിടെ പറയും, ഇത്ര തീക്ഷ്ണവും തീവ്രവുമായ ഒരു അവസ്ഥയിൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മൾ പിടിച്ചു. അല്ലാതെ വെറുതെ എല്ലാ കാര്യങ്ങളും പറയാൻ എനിക്ക് സാധിക്കില്ല. സ്ത്രീ പീഡനമുണ്ട്, ബീഹാറിലും പീഡനമില്ല, രണ്ടും വ്യത്യാസം. ഇന്നിപ്പോ നമുക്കിവിടെ കൂടി ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും നടക്കില്ല. ഞാൻ എനിക്കറിയാം, പിന്നെ പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് അപ്പൊ കേരളത്തിലത് എല്ലാത്തിനും അത് പറഞ്ഞില്ല. എനിക്ക് ഞാൻ അത് ചുമതല ഞാൻ 2 കടലാസുകൾ കൊണ്ടുവരുന്നു. ഒന്ന് ഹിന്ദിയിൽ അഭ്യർത്ഥിക്കുന്ന മലയാളികൾ കൊണ്ടുവരും, ഒന്ന് മലയാളത്തിൽ അവിടെയുള്ള മലയാളി വോട്ടർമാരോട് BJP വോട്ട് ചെയ്യുന്നത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തയ്യാറാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ക്രിസ്ത്യൻ പള്ളികളിലും ക്രിസ്ത്യൻ മലയാളികളിലും പോയി. പക്ഷേ ഈ പ്രത്യേക അവസ്ഥയിൽ ഭാഗ്യത്തിന് 8000 വോട്ട് ഡിലേ ചെയ്തു. ആ 8000ൽ 7000വും മഹാഗഠബന്ധനും വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്നു. പക്ഷെ അതിഭീകരമായ അരാഷ്ട്രീയവാദമാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ. അത് യാതൊരു സംശയവുമില്ല. കാരണം ഈ അവസ്ഥയിൽ AMSന്റെ കൂടെയുള്ള മലയാളികളുടെ 86 രൂപ കോളനിയിൽ വോട്ട് ചെയ്യാൻ പോലും രജിസ്റ്റർ ചെയ്യാൻ പോലും മലയാളി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഭീഷണിയുള്ള സമയത്ത് ഈ മലയാളി ചെന്നൂക്കിന്റെ AMS കോളനി അവരുടെ ഭർത്താക്കന്മാരും അപ്പൊ നോക്കി 86 വോട്ടർമാർ 56 കൊടുക്കുന്നു. ഒറ്റ മലയാളി വോട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സവർണ വിഭാഗം അതിനകത്ത് കേരളത്തിൽ നമുക്കറിയാം. ഇന്നലെ പോയി മോഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭകളിലെ ഉത്തർപ്രദേശിൽ മൊത്തം നടത്തുന്നത് ഞാൻ പറയണം. അതിന്റെ തീർച്ചയായിട്ടും കാസ ഈ ശക്തിയാണ്. കാസ ഒരു എന്റെ അഭിപ്രായത്തിൽ കാസ സവർണ ക്രിസ്ത്യൻ സഭയുടെ ഒരു ഒഴിമുഖം. അക്കാഡമിക് ലെവലിൽ അക്കാഡമിക് ബുദ്ധിജീവികളാണല്ലോ അർബൻ നക്സൽസ്. യഥാർത്ഥ നക്സലുകളൊന്നും ഒന്നൊരുക്കി കഴിഞ്ഞു. ഇനി അർബൻ നക്സൽസ് കൂട്ടം തന്നെ അർബൻ നക്സലുകളുടെ കൂട്ടമാണെന്നാണ് തീരുമാനിക്കുക. പിണറായി വിജയന്റെ പോലീസ് സുരേഷ് ഗോപിയുടെ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിജീവികളാണ് ഭേദം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ബുദ്ധിജീവികൾ തന്നെയാണ്. അത് ഞാൻ കാരണം അതുകൊണ്ടാണ് RSS മെക്കോളയുടെ മക്കളിലൂടെ 4ാം തലത്തെ ചേർത്തത്. ക്രിസ്ത്യാനി, മുസ്ലിം, ക്രിസ്ത്യാനി, കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ ഒടുവിൽ അവതരിപ്പിക്കുന്നത് മെക്കോളെ പുത്രനാണ്. അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നു, വാർത്തകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു, പറയുന്നു, പല ഭാഷകൾ സംസാരിക്കുന്നു, രാജ്യം വിദേശത്തെ ജീവിതം നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിജീവികളെന്ന് കേരളത്തിൽ വിശ്വസിക്കുന്നവർക്ക്
മെക്കോളെ പുത്രന്മാരെ പോയി അപ്പോൾ നക്സലൈറ്റ് നായകത്വം. പിന്നെ ഈ നക്സൽ പാർട്ടിയെ ഇലക്ഷൻ നിൽക്കുന്ന നക്സൽ പാർട്ടിയെ പോലും RSS പറയുന്നത് ഇവർ ബസ്തറിൽ കൊല്ലപ്പെടുന്ന ഓപ്പെടുത്ത നക്സലുകളുടെ ചേട്ടന്മാരാണ്. ഇപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാലും രക്ഷയില്ലാതെ എന്ത് പാർലമെന്ററി മുഖമിട്ടാലും ഏത് മുസ്ലിം പരിഷ്കരണവാദി ആയാലും ഈ നമ്മുടെ സാംസ്കാരിക ലൗകിക രംഗത്ത് ഈ RSS പേര് ഒപ്പിച്ച് നമ്മൾ കേരളത്തെ കാണാൻ പോകുന്നത് മാത്രമല്ല ഇപ്പൊ RSSന്റെ എല്ലാ തരങ്ങളിലും അതിന്റെ ഭൗതിക തരങ്ങളിലും ഇപ്പൊ ഉദാഹരണത്തിന് ഭരണഘടന നിർമ്മാണ ആ സാഹചര്യത്തെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ സമയത്ത് TV വാർത്ത മാറ്റുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കക്ഷിയും താഴെ BJPയുടെ കക്ഷിയും ഒരേ സാധനം പറയുന്നത്. അപ്പൊ അത് നല്ല എല്ലാ സമഗ്രമായ എല്ലാ തലങ്ങളിലും സൈന്യത്തിന്റെ എല്ലാ തരം പൂർണ്ണമായിടയിൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ മറികടക്കാൻ പറ്റുന്ന ഭൗതിക വേദാന്തത്തെ ഇപ്പൊ അത് ഇപ്പൊ രവിചന്ദ്രൻ ഇപ്പൊ കേരളത്തിലെ ഇടപാടില്ല നാസ്തിക പ്രസ്ഥാനങ്ങളായ രവിചന്ദ്രൻ അദ്ദേഹം കൊടുക്കുകയും ചരിത്രം പറഞ്ഞ ചരിത്രം മലബാർ കലാപം മുസ്ലിം കലാപമായിരുന്നു മാപ്പിളയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന ആഫ്രിക്കയിൽ നടക്കുന്ന കലാപം സുഡാനിൽ നടക്കുന്ന കലാപം ഇതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് വിങ് ഞാനൊരു ലെഫ്റ്റ് വിങ്ങിന്റെ ഭാഗമാണ്. പക്ഷെ എന്റെ പാർട്ടി പോലും അതിന് വീക്കാണ് രാജസ്ഥാനിലാണ്. അപ്പൊ പിന്നെ അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു 1% അവസരമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഫാസിസം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം ഫാസിസത്തെ ഇനി വീണ്ടും വിമർശിക്കലല്ല. വീണ്ടും ഫാസിസത്തെ കുറിച്ച് അതിനെ വേഗം ഒഴിവാക്കാനുള്ള വഴിയെപ്പറ്റി ചിന്തിക്കുകയും അതിൽ നമ്മുടെ പങ്കെടുക്കുന്ന ആലോചിക്കുകയും ചെയ്യുന്നത് മാത്രമേ ഒരു എത്തിക്കൽ നമ്മുടെ എത്തിക്കൽ ഒരു മോമെന്റാണ് എന്ത് ചെയ്യാൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുടുംബം പ്രധാനമാണ്. കുടുംബം വളരെ പ്രധാനമാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ ജാതി എല്ലാം മതികൾക്ക് കൊണ്ട് ഈ 10,000 രൂപ വെച്ച് മറ്റേ ദലിത് സ്ത്രീ RSS നോക്കി ദലിത് പുരുഷൻ മറ്റേ ലിബറേഷൻ നോക്കുകയും ചെയ്താൽ പ്രശ്നമാണ്. അപ്പൊ എനിക്കൊന്ന് കുടുംബത്തിൽ രാഷ്ട്രീയം സംസാരിക്കാനാണ് മക്കളും ഭാര്യമാരോടും പറയാനുള്ള ഫാസിസ്റ്റ് ഇന്ത്യ രാഷ്ട്രീയം പറയാനും അവർ നമ്മൾ യോജിക്കണമെന്നല്ല. അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെറിയ കടമയാണ്. മധുവർഗ കടമയാണ്. അത് ചെയ്താൽ തന്നെ പകുതി യുദ്ധം ജയിച്ചു. നമുക്കറിയാം ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ചു. അടുത്തത് സംശയ ചോദ്യമല്ല, വിയോജിപ്പാണ്. അപ്പം പറയുന്ന വഴിവിടച്ച സോഷ്യലിസ്റ്റ് പരീക്ഷണം എന്നൊരു പ്രയോഗമാണ്. വഴി പഠിച്ചത് എനിക്ക് പറയും. പക്ഷേ 1967 ഒരു 3 വർഷം, പിന്നെ 67 ഈ നോൺ കോൺഗ്രസിസത്തിന്റെ കാലത്ത് 3 വർഷം, പിന്നീട് 90-കൾക്ക് ശേഷം ഈ ജനതാദൾ കാലം. ഈ സമയത്ത് മാത്രമേ സോഷ്യലിസ്റ്റ് അതൊന്നും സോഷ്യലിസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ താങ്കളോട് പറയുന്നത് ഞാൻ പറയും, അവർ ഭരിച്ചു ബാക്കി മുഴുവൻ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു. വളരെ വിപ്ലവാത്മകമായിട്ട് രഥയാത്ര തടഞ്ഞു ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായ വർഗ സ്വഭാവം കാണിക്കാതിരുന്നത്. ഞാൻ പറയുന്നത് ഈ കൂട്ടിനെ പറ്റി ഇത്ര വ്യാകുലതപ്പെടേണ്ട കാര്യമില്ല. പരിശുദ്ധി പ്രയോഗിച്ച് കോൺഗ്രസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ചരിത്രവും ഉത്തരവാദിത്വവും വഴിപിഴച്ച സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുമ്പോ അതിനേക്കാൾ പറയുന്ന വഴിപിഴച്ച കോൺഗ്രസ് രാഷ്ട്രീയം എന്നാണ്. കാരണം സുഖക്കാരാണോ കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ആണ് RSSന്റെ അധികാരത്തിലേക്ക് ഉത്തരവാദിത്വം പറഞ്ഞ അതിൽ കൂടുതൽ കോൺഗ്രസ് ഞാൻ പറയുന്നത് MLA കോൺഗ്രസുമായിട്ട് യോജിക്കുന്ന മഹാനഗരത്തിന്റെ രാഷ്ട്രീയത്തിൽ കൂടെ നിൽക്കുന്നു. കോൺഗ്രസ് മാർക്സിസ്റ്റ് വ്യത്യാസം സോഷ്യലിസ്റ്റുകാരോടെ എനിക്ക് കൂടുതലാണ്.
വേണോ? അത് ശരിയാണ്. കാരണം ഈ അവകാശബോധവും പൗരബോധവും പിന്നെ പിള്ളേരോട് ബോധമൊക്കെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സോഷ്യലിസ്റ്റ് വഴിപഴച്ചത് പോലെ സകലം കറക്റ്റാണ്. കാരണം കോൺഗ്രസ്സുകാർക്ക് ആ ബോധമില്ല. ഉപ്പും മുളകൊക്കെ കഴിക്കുന്ന ഭാഗം ഉണ്ടാക്കാറ്. അപ്പൊ ഞാൻ പാർട്ടിയുടെ വിഷയം പാർട്ടി കമ്മിറ്റിയിലല്ലേ ഞാൻ സൗഹൃദമായിട്ട് പറയുന്നത് പാർട്ടി കഴിച്ചു വഴിവെച്ച വഴി ചെന്നിട്ട് അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വഴിയിലെ പോയാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് വേണമെന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 2-3 ദിവസം 3-4 ദിവസം ബീഹാറിലെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മഹാഗത്ബന്ധന്റെ അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണത്തിന്റെ ഇതുമായിട്ടാണ് അറിയാം. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇവിടെ വിവരിച്ചു, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. പക്ഷെ അതിൽ ഈ വോട്ട്ചോരിനെ കുറിച്ച് വോട്ട്ചോർ എത്തിച്ചു ഈ വോട്ട് മോഷ്ടാക്കൾ അധികാരം ഒഴിയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് CPM പോലുള്ള കക്ഷികളെ ഏറ്റവും പ്രധാനമായിട്ടും ഒരുപക്ഷെ ആ മുദ്രാവാക്യം ആവിഷ്കരിച്ചത് CPM ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യയാണ്. അപ്പൊ ഈ വോട്ട്ചോരിയെ കുറിച്ച് ഇന്നലെ നടന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള വലിയൊരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധിയുടെ ഇതുണ്ടായിരുന്നു. അതിന്റെ ഒരു മഹാരാഷ്ട്രയിലും ഇവിടെ ഹരിയാനയിലും ഒക്കെ നടന്നത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്നിരിക്കുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഇപ്പൊ ഇവിടെ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിൽ ഈ ജനങ്ങളുടെ ഇലക്ട്രൽ മാൻഡേറ്റ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻഡേറ്റ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വർഷം പഴക്കമുള്ള ഈ ഭരണഘടന ഇത് സാധാരണക്കാരന്റെ ഒരു ഉറച്ച പ്രതിഷേധങ്ങളും ഐക്യപ്പെട്ടുള്ള BJP സംഘപരിവാറിനെ ഒറ്റപ്പെടുത്തുന്നതിലും സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ധൈര്യം പകരുന്നതുമായിട്ടുള്ള ഒരു ഈ ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ വിപ്ലവം സോഷ്യലിസ്റ്റ് വിപ്ലവമായാലും ഏത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായാലും ഇത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം സാധ്യത. വിപ്ലവം കഴിഞ്ഞാലും ഭരണഘടന ആവശ്യമാണ്. ഇപ്പൊ വിപ്ലവത്തിന് മുമ്പ് അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ ആവിഷ്കരിച്ച ഭരണഘടന, ഈ ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യേണ്ട അതിന്റെ ഒരു പ്രാധാന്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം ഒട്ടാകെ ഉണർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സംഘപരിവാർ എല്ലാ അജണ്ടയും ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരക്കാല പ്രഭാകർ തന്നെ ഡോക്ടർ പരക്കാല പ്രഭാകർ വെളിപ്പെടുത്തിയ പോലെ ഈ 2014 പാർലമെന്റ് ഇലക്ഷനിലെ മാൻഡേറ്റ് പോലും യഥാർത്ഥ മാൻഡേറ്റ് അല്ലെ 240 സീറ്റാണ് കിട്ടിയത്. അവര് അക്കി ബാർ 400 ബാർ എന്ന് പറഞ്ഞിട്ട് 240 സീറ്റാണ് കിട്ടിയത്. ആ 240 പോലെ അതിൽ നിന്ന് 80 കുറക്കണമെന്നാണ് കണക്കുകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് പല സംഘടനകളും ഇപ്പൊ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവായാലും നിർമ്മല പരക്കാല പ്രഭാകർ ഉദ്ധരിച്ച കണക്കുകൾ ആശ്രയിച്ച് ഇതൊക്കെ വെറും 160 സീറ്റിന്റെ മാൻഡേറ്റിലാണ് ഇപ്പൊ ഭരണം RSS ഭരണകൂടം മൊത്തം നിയന്ത്രിച്ചിരിക്കുന്നത്. നമ്മളിതിന്റെ പ്രത്യയശാസ്ത്രപരവും ആയിട്ടുള്ള വശങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ട് ഏത് സ്ട്രാറ്റജിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്ട്രീം വലതുപക്ഷ ശക്തികൾ ഇങ്ങനെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായിട്ട് അതിന്റെ ചവിട്ടടിയിലേക്ക് അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു റോളും ഇല്ലാത്ത പോലെയാണ് പൊതുവില് മീഡിയകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ ജനങ്ങളുടെ ഇടയിൽ കൊടുക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാല് ഇപ്പൊ കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയെ കുറിച്ചോ കോൺഗ്രസ് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പൊ രാഹുലിന്റെ ധീരമായിട്ടുള്ള ഭാരത് ജോഡോ യാത്രയും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ മാത്രം ഒരു അധ്വാനിച്ചുണ്ടാക്കിയ ഇതല്ല. ഇത്രയും അനിഷേധ്യമായിട്ടുള്ള ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള
എല്ലാ ആവശ്യങ്ങളും അരിച്ചു പെറുക്കി പുറത്തു കൊണ്ടുവന്ന ഈ തെളിവുകൾ ഇന്നിപ്പോ മാധവൻകുട്ടി ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മളെല്ലാം കണ്ടു. നമ്മളിപ്പോ അവസരം റിപ്പോർട്ട് ചെയ്തില്ല 7ാമത്തെ പേജ്, ഫ്രണ്ട് പേജിലതിന്റെ ഒരു ഇതുമില്ല, ഒരു സൂചന പോലും ഇല്ല. എന്നിട്ടാണ് നമ്മൾ ഈ ഇടതുപക്ഷത്തിനെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ ഒരു നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിനെ കുറിച്ചും സോഷ്യലിസവും കമ്മ്യൂണിസവും ജനാധിപത്യം, എല്ലാ തരത്തിലുള്ള ജനാധിപത്യ സെക്യുലർ മതേതരത്വ ഭാവനകളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ആ ഒരു കർത്തവ്യം നമുക്ക് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇവിടെ പങ്കെടുക്കാൻ നമുക്ക് ഒരു എല്ലാവരുമായിട്ട് ഒരു സംവാദത്തിന് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് സന്ധിക്കുകയും നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിന്റെ എല്ലാ ഒത്താശകളും പ്രവർത്തനങ്ങളും പയ്യന്നൂരും സൗഹൃദ വേദി എന്ന് പറഞ്ഞാൽ ഇത് പുതിയ വേദിയൊന്നുമല്ല, നേരത്തെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഫോർമലായിട്ടുള്ള ഒരു രൂപമില്ലെങ്കിലും നമ്മൾ എത്രയോ വിഷയങ്ങളില് പ്രകടനങ്ങളുമായിട്ട് തെരുവിലിറങ്ങുമ്പോൾ പല ആനുകാലികങ്ങളായിട്ടുള്ള പല വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുകയും അങ്ങനെയുള്ള ഐക്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി പയ്യന്നൂരിൽ ഉണ്ട്. നഗരത്തില് ഏറെക്കുറെ അറിയപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ സൗഹൃദ വേദി പെട്ടെന്നുണ്ടായാലല്ല, പെട്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ സുബ്രഹ്മണ്യനും രാമേന്ദ്രനും പിന്നെ പ്രേമനും പോലെയുള്ള ഇവിടെയുള്ള പി എം ബാലകൃഷ്ണൻ, അതുപോലെ ഫിലിം സൊസൈറ്റികൾ, പിന്നെ ഇതൊക്കെ ചേർന്നുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തില് മാധവൻകുട്ടിയെ പോലെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇത്രയും നേരം ചെലവഴിക്കാൻ ഇത്രയും സുഹൃത്തുക്കളെങ്കിലും നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞത് വളരെ വളരെ നല്ല കാര്യമായിട്ട് കരുതുകയാണ്. എല്ലാവർക്കും നന്ദി.